പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഇനി കൂടുതൽ വർണ്ണാഭമാകും. ഇടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് നടപ്പിലാക്കിയ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം തൃപ്പൂണിത്തുറ MLA കെ ബാബു നിർവഹിച്ചു. ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 10 ലക്ഷം രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും സർഗാത്മക വികാസത്തിനും മുൻഗണന നൽകുന്ന ശിശു സൗഹൃദ ഇടമായാണ് ഇടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വർണ്ണക്കൂടാരം ഒരുങ്ങിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ MLA കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് എപ്പോഴും ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് നല്ല ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കടത്തിവിടണം. അവർക്ക് ഓരോ വിഷയത്തെക്കുറിച്ചും നല്ല കാഴ്ചപ്പാടുണ്ടാകും. അപ്പം പുസ്തകമായ ഒരാളുടെ ചിന്താഗതിയെ നല്ലവണ്ണം സ്വാധീനിക്കും. കുട്ടികൾ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കണം നല്ലത്. ചെറിയ കുട്ടികളാകുമ്പോൾ സ്കൂളിലേക്ക് പോരാൻ മടി കാണും, അവർക്ക് പഠിക്കാൻ വിമുഖത കാണും, പഠിപ്പിൻ്റെ മടുപ്പ് കാണും. അങ്ങനെയുള്ള കുട്ടികളെല്ലാം പഠിപ്പ് കൂടുതൽ ആകർഷകമാക്കാൻ, കൂടുതൽ അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിലാക്കി മാറ്റണം. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പ്രീ പ്രൈമറി വിഭാഗം നിർമ്മിച്ചത്. 10 ലക്ഷം രൂപ ചെലവിൽ മട്ടാഞ്ചേരി BRCയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുട്ടികളുടെ ചാലകപേശി വികാസത്തിന് സഹായിക്കുന്ന കളിക്കോപ്പുകളും ഭിന്നശേഷി സൗഹൃദമായ പഠന അന്തരീക്ഷവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാർഡ് കൗൺസിലർ ലസീത പീറ്റർ അധ്യക്ഷത വഹിച്ചു. 90 വർഷത്തോളം കാലം പിന്നിട്ടേക്കുന്ന ഒരു സ്കൂളാണ്. ഓരോ വർഷം വരുന്നവരും നമുക്ക് ഈ സ്കൂളിൽ ഓരോ നേട്ടങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും ലാബാണെങ്കിലും ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കലും കുട്ടികളുമായിട്ടുള്ള സഹകരണവും എല്ലാം നമുക്ക് ഉന്നതിയിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. പേടിയില്ലാതെ ഭാരം തോന്നാതെ കുട്ടികൾക്ക് പഠനത്തോട് അടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. പല മേഖലകളായി തിരിച്ച് 13 ഘട്ടങ്ങളായി തിരിച്ച് ഓരോന്നും ഓരോ രീതിയിൽ ലഘൂകരിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് കുഞ്ഞുങ്ങളിൽ തന്നെ പ്രീ പ്രൈമറി തന്നെയാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത്, PTA പ്രസിഡന്റ് KV ബൈജു, രമ്യ ജോസഫ്, SMC ചെയർമാൻ പ്രതീഷ് KP എന്നിവർ ആശംസകൾ അറിയിച്ചു. ജോസഫ് വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി. ഹെഡ് മിസ്ട്രസ് മായ AC, സ്റ്റാഫ് സെക്രട്ടറി അഞ്ജു KU ചടങ്ങിൽ സംസാരിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നതാണ് വർണ്ണക്കൂടാരം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സാമ്പ്രദായിക രീതിയിലുള്ള ക്ലാസ് മുറിയെ ഇവിടെ പുനർനിർണയിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി തന്നെ സർക്കാർ സ്കൂളുകളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.